പുറപ്പാടിൻ്റെ പുസ്തകം 9-ാം അധ്യായം. അവിടെ നമ്മൾ കാണുന്നത് രക്ഷാഭൂമിയായ കാനാൻ ദേശത്തേക്ക് ഇസ്രായേൽ ജനത്തെ കൊണ്ടെത്തിക്കുവാനായിട്ട് ദൈവം മോശയെ നിയോഗിക്കുന്നതും അവന് കൂട്ടുകാരനായിട്ട് അഹറോനെ നൽകുന്നതുമാണ്. നമുക്കറിയാം, മോശയാണ് ഇസ്രായേൽ ജനത്തെ നയിച്ചുകൊണ്ട് പ്രതീക്ഷയുടെ വാഗ്ദാന ഭൂമിയിലേക്ക് എത്തിക്കാനായിട്ട് ആരംഭിക്കുന്നത്. അത് ദൈവം കൊടുത്ത വലിയ നിയോഗമാണ്. ഒപ്പം തന്നെ ഇസ്രായേൽ ജനത്തിന് വലിയ പ്രതീക്ഷയാണ്. ആ ജനത്തിൻ്റെ നിലവിളി ദൈവത്തിൻ്റെ കാതുകളിൽ എത്തിയെന്നും അവർക്ക് വിമോചകനായിട്ട് മോശ എന്ന് പറയുന്നൊരു നേതാവിനെ, ഒരു പ്രവാചകനെ ദൈവം നൽകുന്നതുമായിട്ടുള്ള സംഭവമാണ് പ്രധാനമായിട്ടും പുറപ്പാട് പുസ്തകത്തിൽ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായത്തിൽ തീർച്ചയായിട്ടും യെശയ്യാ പ്രവാചകന്റെ 2-ാം പുസ്തകം എന്നൊക്കെ അറിയപ്പെടുന്ന സെക്കൻഡ് യെശയ്യാ എന്നൊക്കെ അറിയപ്പെടുന്ന ആ ഭാഗത്തിൽ ബാബിലോണിയൻ പ്രവാസത്തിൽ നിന്ന ഇസ്രായേൽ ജനത്തെ വീണ്ടും വാഗ്ദാന ദേശത്തേക്ക്, പ്രതീക്ഷാ ഭൂമിയിലേക്ക്, ജെറുസലേമിലേക്കുള്ള തിരിച്ചുവരവിനെ കുറിച്ചുള്ള പ്രതീക്ഷയാണ് പ്രവാചകൻ അവിടെ നൽകുന്നത്. പത്രോസ്ലീഹയുടെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായത്തിൽ വിശ്വാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പത്രോസ്ലീഹ എടുത്ത് പറയുന്നത്. പത്രോസ്ലീഹ പറയുന്ന കാര്യം ഇതാണ്: പരീക്ഷകളെ അതിജീവിക്കുന്ന നമ്മുടെ വിശ്വാസം അഗ്നിശോധനയെ അതിജീവിക്കുന്ന സ്വർണത്തെക്കാളും വിലയേറിയത് ആണ് എന്നാണ്. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: വാഗ്ദാന ഭൂമിയിലേക്ക് എത്തുന്ന കാര്യത്തിലാകട്ടെ, അതുമല്ലെങ്കിൽ വീണ്ടും ജെറുസലേമിലേക്ക് തിരിച്ച് ഇസ്രായേൽ ജനം ബാബിലോണിയൻ പ്രവാസത്തിൽ നിന്നും എത്തുന്ന കാര്യത്തിലാകട്ടെ, അതല്ലെങ്കിൽ പുതിയ ഇസ്രായേലായ സഭയുടെ മക്കളായ നമ്മൾ വാഗ്ദാന ഭൂമിയാവുന്ന സ്വർഗത്തിലേക്ക്, പുതിയ ജെറുസലേമിലേക്ക് എത്തുന്ന കാര്യത്തിലാകട്ടെ, അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഉണ്ടാകേണ്ട ഗുണം എന്ന് പറയുന്നത് ദൈവത്തിലുള്ള വിശ്വാസമാണ്. ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസമാണ് പ്രവേശനമായിട്ട് വാഗ്ദാന ഭൂമിയിലേക്ക്, പുതിയ ജെറുസലേമിലേക്ക്, സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് ഈശോ പോയതുപോലെ തന്നെ തിരിച്ച് രണ്ടാമതും വരും എന്നുള്ളതും അത് പെട്ടെന്ന് വരും എന്നുള്ളതുമായിരുന്നു ആദിമ ക്രൈസ്തവരുടെ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെയാണ് അവർ ഇമ്മനന്റ് പരൂസിയ അഥവാ സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്, ഇത് ഇമ്മീഡിയറ്റ് സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് അവർ പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് മാറാനാത്ത, ലോർഡ് കം, കർത്താവെ വേഗം വരണമേ എന്നവർ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ കാലം കഴിഞ്ഞു പോയപ്പോൾ മനസ്സിലായി, കർത്താവിൻ്റെ വരവ് പെട്ടെന്ന് സംഭവിക്കുന്നില്ല. സുവിശേഷകന്മാർ സുവിശേഷം എഴുതാനായിട്ടുള്ള കാരണം തന്നെ കർത്താവിൻ്റെ വരവ് നീണ്ടുപോയത് കൊണ്ടാണ്. എങ്കിൽ പോലും കർത്താവ് രണ്ടാമത് വരുമെന്നും തങ്ങളെ വിധിക്കാനായിട്ട് വരുമെന്നും ഒപ്പം തന്നെ എല്ലാ ജനതകളെയും കൂട്ടിക്കൊണ്ട് ദൈവപിതാവിന് സ്വയം സമർപ്പിക്കുമെന്നും സഭ ഇപ്പോഴും വിശ്വസിക്കുന്നു, പഠിപ്പിക്കുന്നു. സഭയാകുന്ന ഇസ്രായേൽ ജനത്തെ കർത്താവ് തൻ്റെ മണവാട്ടിയായി കണക്കാക്കിക്കൊണ്ട് ദൈവപിതാവിന് സമർപ്പിക്കും. അത് യുഗാന്ത്യത്തിലാണ് സംഭവിക്കുക. സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് ഒരാളെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ചില കാര്യങ്ങളെ ഈശോ സൂചിപ്പിക്കുന്നതാണ്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായമാണ്. അതിൽ കാണുന്ന സംഭവം ഇതാണ്: ഒരു ധനവാൻ തൻ്റെ സ്വർഗരാജ്യ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ ഈശോയോട് ചോദിക്കുമ്പോൾ ഈശോ നൽകുന്ന മറുപടികളിൽ ഈശോ പറയുന്ന കാര്യം ഇതാണ്: ധനവാൻ സ്വർഗരാജ്യം പ്രവേശിക്കുന്നതിനേക്കാളും എളുപ്പം ഒട്ടകം സൂചിക്കുള്ളിലൂടെ കടന്നു പോകുന്നതാണ്. ഈശോയുടെ ഒരു പ്രത്യേകതയായിട്ട് ഈശോ പറഞ്ഞ ഉപമകളിൽ നമ്മൾ കാണുന്നത് 37 ഉപമകളിൽ 16 സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ടാണ്. 37 ഉപമകൾ, അപ്പോൾ പകുതിയിലടുത്ത് തന്നെ സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ട ഉപമകളാണ് ഈശോ പറയുന്നത്. അതിൻ്റെ കാരണം ഇതാണ്: സമ്പത്ത് പഴയ നിയമത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച്, ഈശോയുടെ കാഴ്ചപ്പാടനുസരിച്ച് പലപ്പോഴും ദൈവരാജ്യ പ്രവേശനത്തിന്, സ്വർഗീയ പ്രവേശനത്തിന് ഒരു തടസ്സമായിട്ട് മാറിയേക്കാം. നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക, സമ്പത്തില്ലാതിരുന്ന കാലത്ത് ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിൽ നമുക്കുണ്ടായിരുന്ന വിശ്വാസവും ഭക്തിയും ആത്മീയതയും ആചാരാനുഷ്ഠാനങ്ങളോടുള്ള താല്പര്യവുമൊക്കെ സമ്പത്ത് ഏറുമ്പോഴും ഉണ്ടാകുന്നുണ്ട്. പലപ്പോഴും സമ്പത്തിൻ്റെ ആധിക്യമെന്ന് പറയുന്നത് വിശ്വാസത്തെ കുറയ്ക്കുന്നതിന് ഒരു കാരണമായിട്ട് തീരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ സമ്പത്ത് എന്ന് പറയുന്നത് വിശ്വാസത്തിന് തടസ്സമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. പൗലോസ്ലീഹ സമ്പത്തിനെ കുറിച്ച് പറയുന്നത് അതൊരു തരം വിഗ്രഹാരാധനയാണ് എന്നാണ്. അതൊരു തരം വിഗ്രഹാരാധന. മോശ നമ്മൾ കാണുന്നുണ്ട് പുറപ്പാട് പുസ്തകത്തിൽ 32-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനത്തിന് വേണ്ടിയിട്ടുള്ള 10 കൽപ്പനകൾ മലമുകളിൽ നിന്നും യഹോവയുടെ കയ്യിൽ നിന്നും സ്വീകരിച്ചു വരുമ്പോൾ അവൻ കാണുന്ന കാഴ്ച, ഇസ്രായേൽ ജനം തങ്ങളുടെ സമ്പത്തൊക്കെ ഉരുക്കൊടുത്ത് ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കുകയും ആ കാളക്കുട്ടിയെ ആരാധിക്കുകയും തുടങ്ങുന്നു എന്നുള്ള വലിയൊരു അപകടമാണ്. ഈ ഒരു അപകടം നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സമ്പത്താകുന്ന കാളക്കുട്ടിയെ, സമ്പത്താകുന്ന വിഗ്രഹാരാധന എപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ നമ്മൾ സ്വർഗരാജ്യത്തിൻ്റെ പ്രവേശനത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് എന്ന് മനസ്സിലാക്കുക. അതാണ് ഈശോ പറയുന്നത്: നിനക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നീ സമ്പത്ത് ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. സമ്പത്തിനോടുള്ള ആർത്തി ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, അത്യാവശ്യം, ആവശ്യം, ആർഭാടം
ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അത്യാവശ്യം, ആവശ്യം, ആർഭാടം. നമുക്കൊക്കെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളുണ്ട്, ആവശ്യത്തിനുള്ള കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി വേണം. പക്ഷെ ഈ ആർഭാടം ഒന്ന് കുറയ്ക്കാനായിട്ട് പറ്റുന്നുണ്ട്. പണ്ടൊക്കെ മാമോദിസ ക്രമത്തിൽ ചോദിച്ചിരുന്നൊരു ചോദ്യമുണ്ട്. കുഞ്ഞിനെ ദേവാലയത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ചോദിച്ച ചോദ്യമാണ്, സാത്താനെയും അവൻ്റെ സർവ്വ ആഡംബരങ്ങളും നീ ഉപേക്ഷിക്കുന്നു എന്ന് പറയുന്ന മറുപടിയിലാണ് കുഞ്ഞിനെ പ്രവേശിപ്പിക്കുക. എന്ന് പറഞ്ഞാൽ ആർഭാടം എന്ന് പറയുന്നത് സാത്താൻ്റെയാണ്. ആ അമിതമായിട്ടുള്ള ആ ഒരു ഉപയോഗം എന്ന് പറയുന്നത്, ധനത്തിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് സാത്താൻ്റെയാണ്. പലപ്പോഴൊക്കെ നമ്മളും നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന 3 കാര്യങ്ങളാണ്. കാശ് എങ്ങനെ ഉണ്ടാക്കണം, കാശ് എങ്ങനെ സൂക്ഷിക്കണം, കാശ് എങ്ങനെ ചെലവഴിക്കണം. ഈ 3 കാര്യങ്ങളിൽ മാത്രമാണ് പലപ്പോഴും നമ്മുടെ ശ്രദ്ധ എന്നുള്ളതാണ്. പണ്ട് പഠിച്ച ഒരു കഥയാണ്, ആരടി മണ്ണിൻ്റെ ജന്മി എന്നുള്ള ലിയോ ടോൾസ്റ്റോയുടെ കഥ. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ഒരു രാജാവ് തൻ്റെ ഭൃത്യന്മാരോട് പറയുകയാണ്, ഇന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ നീ നടന്നടുക്കുന്ന സ്ഥലം, ദേശം, പറമ്പ് മുഴുവൻ നിന്റെ സ്വന്തമാകും. ഇത് കേട്ട് ആർത്തി മൂത്ത ഒരു ഭൃത്യൻ, ഒരു സേവകൻ കാലത്ത് മുതൽ നടക്കാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. ഉച്ചയായപ്പോഴേക്കും അവന് ഓടാൻ തുടങ്ങി. മാക്സിമം സ്ഥലം സ്വന്തമാക്കാനായിട്ട് അവൻ ഓടാൻ തുടങ്ങി. കുറേ ഓടിക്കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി സന്ധ്യാവാറായി. തിരിച്ച് രാജാവിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴാണ് ആ സ്ഥലം മുഴുവൻ, അത്രയും വളർന്നെടുക്കുന്ന സ്ഥലം മുഴുവനാണ് തനിക്ക് കിട്ടുക. സന്ധ്യയാഴിന്ന് തിരിച്ചറിയുന്ന അവൻ തിരിച്ചോടുകയാണ് സൂര്യാസ്തമയത്തിന് മുമ്പായിട്ട് രാജസന്നിധിയിൽ തിരിച്ചെത്തുവാനായിട്ട്. കാരണം രാജകൽപ്പന അങ്ങനെയാണ്, വൈകിട്ട് സൂര്യാസ്തമയത്തിന് മുമ്പ് തിരിച്ചെത്തണമെന്നുള്ളത്. ഓടി 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 ഒരുപാട് ക്ഷീണിച്ചു. അവൻ ക്ഷീണിച്ചിട്ടും തിരിച്ചെത്താനായിട്ടുള്ള ആഗ്രഹം കൊണ്ടും സമ്പത്ത് മുഴുവൻ സ്വന്തമാക്കാനുള്ള ആർത്തി കൊണ്ടും അവൻ ഓട്ടം നിർത്തിയില്ല. വീണ്ടും ഓടുകയാണ്. ഒടുവിൽ തിരിച്ച് രാജകൊട്ടാരത്തിലേക്ക്, രാജാവിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ അവൻ അവിടെ വീണ് മരിക്കുകയാണ്. ഉടനെ രാജാവ് പറയുന്നുണ്ട്, അത് അവന് വേണ്ടി ഒരു 6 അടി മണ്ണിൻ്റെ കുഴി തയ്യാറാക്കിയിട്ടുണ്ട്, അവനെ അവിടെ അടക്കുക. ഇത് ആ മനുഷ്യൻ്റെ കഥ മാത്രമല്ല, എല്ലാവരുടെയും അവസ്ഥ ഇതാണ്. സമ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സമ്പത്ത് ഉണ്ടാക്കുവാനായിട്ടും അത് വർദ്ധിപ്പിക്കാനായിട്ടും അത് ചെലവഴിക്കുവാനുമായിട്ടുള്ള വല്ലാത്ത ഒരു ഓട്ടത്തിലാണ്. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാർ മുഴുവൻ നാട് വിട്ടു പോകുകയാണ്. നാട് വിട്ടു പോകുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, കുറേയും കൂടി സമ്പത്ത് ഉണ്ടാക്കുകയും കുറേയും കൂടി സൗകര്യവും ആർഭാടപരമായ ഒരു ജീവിതം ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമാണ്. പക്ഷെ അവിടെ പറ്റുന്നൊരു അപകടം ഈശോ പറയുന്നത് പോലെ തന്നെ ചിലപ്പോഴൊക്കെ സമ്പത്തിനോടുള്ള അമിതമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് ദൈവരാജ്യ പ്രവേശനത്തിന് തടസ്സമായിരിക്കും. ഈ അടുത്തിടെ മരിച്ച എലിസബത്ത് രാജ്ഞിയുടെ ഫ്യൂണറൽ ഒരുപക്ഷെ നിങ്ങളൊക്കെ കണ്ടിരിക്കാം. കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് ആ സ്ത്രീയുടെ ഫ്യൂണറലിൻ്റെ അവസാനം പറയുന്ന ഒരു വാക്യ പ്രകാരമാണ്, Now let us remove all the powers, symbols of powers from her coffin. അവളുടെ കോഫിനിൽ നിന്നും, അതായത് അവളുടെ ശവമഞ്ചത്തിൽ നിന്നും എല്ലാ അധികാരത്തിൻ്റെ ആർഭാടത്തിൻ്റെ ചിഹ്നങ്ങളും എടുത്തു മാറ്റി. Then our little sister Elizabeth can easily committed to the grave as a simple Christian. ഇനി നമ്മുടെ ആ സഹോദരിയായ എലിസബത്തിന് അവളുടെ ശവകുടീരത്തിലേക്ക് ഒരു സിമ്പിൾ ക്രിസ്ത്യാനി, ഒരു ലളിതമായ ഒരു സാധാരണ ക്രിസ്ത്യാനി എന്ന രീതിയിൽ പ്രവേശിക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളൊക്കെ അവസാനിക്കുന്നത് ഈ 6 അടി മണ്ണിലാണ്, സിമിത്തേരിയിലാണ്. അതുവരെ ഉണ്ടായിരുന്ന സ്ഥാനമാനങ്ങളും അധികാര ചിഹ്നങ്ങളും ആർഭാട വസ്ത്രങ്ങളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഉപേക്ഷിച്ചുകൊണ്ടാണ് ഒരാൾ മരണത്തിലേക്ക് പ്രവേശിക്കുന്നത്, സ്വർഗരാജ്യത്തിലേക്ക് കടക്കേണ്ടത്. അപ്പോൾ ജീവിതത്തിൽ ഈശോ പറയുന്ന കാര്യം ഇതാണ്, നമ്മുടെയൊക്കെ ലക്ഷ്യം സ്വർഗത്തിലേക്കുള്ള യാത്രയിലാണ്. നമ്മൾ ലെസ് ലഗേജ് മോർ കംഫർട്ട് എന്ന് ഇംഗ്ലീഷിൽ ചൊല്ലുന്നുണ്ട്. നമുക്കറിയാം, നമ്മളൊക്കെ സ്വർഗത്തിലേക്കുള്ളൊരു യാത്രയിലാണ്. ഈ യാത്രയിൽ ഒരുപാട് ആർഭാടങ്ങൾ, ഭാണ്ഡക്കെട്ടുകൾ നമ്മുടെ യാത്രയുടെ സൗകര്യം, സുഖം നഷ്ടപ്പെടുത്തും. പരമാവധി ആർഭാടങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ലളിത ജീവിതത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ഈശോ നമ്മളെ പറയുന്നുണ്ട്. അതേസമയം ഈശോ പറയുന്നൊരു കാര്യം ഇതാണ്, സമ്പന്നൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതാണ് എളുപ്പം, ഒട്ടകം സൂചിക്കുള്ളിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് ബൈബിൾ ശാസ്ത്രജ്ഞന്മാർ പറയുന്ന ഒരു കാര്യം ഇതാണ്, ഈ സൂചിക്കുഴ എന്നൊക്കെ പറയുന്നത് ജെറുസലേമിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ള ഒരു കവാടത്തെയാണ്. ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നു എന്ന് പറയുന്നത് വളരെ നേരോ ആയിട്ടുള്ള ഇടുങ്ങിയ ആ സൂചിക്കുഴയിലൂടെ, ആ കവാടത്തിലൂടെ തല താഴ്ത്തി ഒതുങ്ങിക്കൊടുത്താൽ ഒരു പക്ഷേ ഒട്ടകത്തിന് പ്രവേശിച്ചേക്കാം. അപ്പോൾ തല താഴ്ത്തി കൊടുക്കുക എന്നുള്ളതാണ് ഒട്ടകത്തിന് സൂചിക്കുഴയാകുന്ന ജെറുസലേം കവാടത്തിലൂടെ കടക്കുക എന്നതിനുള്ള മാർഗം. എന്ന് പറയുന്നത് പോലെ ധനവാൻ ഒന്ന് തല താഴ്ത്തിയാൽ, ഒന്ന് എളിമപ്പെട്ടാൽ, ഒന്ന് താന്നു കൊടുത്താൽ ഒരു പക്ഷേ അവന് സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം സാധ്യമാണ്. ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല എന്നുള്ളതല്ല അതിനർത്ഥം. നേരെ മറിച്ച് ധനവാനും സ്വർഗരാജ്യ പ്രവേശനം സാധ്യമാണ്. പക്ഷെ അതിനു വേണ്ടിയിട്ട് അവൻ ഒന്ന് എളിമപ്പെടാനായിട്ടും താന്നു കൊടുക്കാനായിട്ടൊക്കെ പറ്റുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കാര്യത്തിൽ അപ്പോൾ ധനവാനും സമ്പത്തും ഒക്കെ
സ്വർഗരാജ്യ പ്രവേശനത്തിൻ്റെ ഒരു തടസ്സമാണെങ്കിൽ ബോധപൂർവം ഈ സമ്പത്തിൽ നിന്നും ഒരു അല്പം അകൽച്ച പാലിക്കാനായിട്ടുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട് എന്ന് മറക്കാതിരിക്കുക. ഒരുപാട് ആർഭാടങ്ങളെ നമ്മൾ ഒഴിവാക്കാനും കുറച്ചുകൂടി ലളിതമായിട്ട് ജീവിക്കാനായിട്ടൊക്കെ ഒന്ന് പഠിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. രണ്ടാമതായിട്ട് ഈശോ പറയുന്നൊരു കാര്യമുണ്ട്, ദൈവത്തിന് എല്ലാം സാധ്യമാണ്. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. അപ്പം രക്ഷപ്പെടുവാനായിട്ട് ധനവാന്മാർക്ക് സാധ്യമല്ല എന്നുള്ളതല്ല, ദൈവത്തിനെ കൊണ്ട് എന്തും സാധിക്കും. നമ്മൾ ആലോചിച്ച് നോക്കി, ഈ ഒരു വിശ്വാസം നഷ്ടപ്പെടാതിരിക്കുക. എൻ്റെ ദൈവത്തിന് എല്ലാം പറ്റും. പണ്ട് നെപ്പോളിയൻ എന്ന് പറയുന്ന ചക്രവർത്തി പറയാറുണ്ട്, ഇമ്പോസിബിൾ എന്നുള്ള വാക്ക്, അസാധ്യം എന്നുള്ള വാക്ക് എൻ്റെ ഡിക്ഷണറിയിൽ ഇല്ല എന്ന്. സത്യത്തിൽ ദൈവത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ദൈവത്തിൻ്റെ ഡിക്ഷണറിയിലും ഇമ്പോസിബിൾ, അസാധ്യം എന്നുള്ള വാക്ക് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എല്ലാം പറ്റും. നമ്മൾ ആലോചിച്ച് നോക്കുക, വാർദ്ധക്യത്തിൽ അബ്രാഹത്തിനും ഭാര്യയ്ക്കും ഒക്കെ കുഞ്ഞിനെ നൽകിയവനാണ് ദൈവം. 40 വർഷം അലഞ്ഞു തിരിഞ്ഞ ഇസ്രായേൽ ജനത്തെ കാനാൻ ദേശത്തേക്ക് പ്രവേശിച്ചവനാണ് ദൈവം. അതല്ലെങ്കിൽ വയ്യാതെ കിടന്ന രോഗികളെ, കുഷ്ഠരോഗിയാകട്ടെ തളർവാദ രോഗിയാകട്ടെ, സൗഖ്യത്തിന് കരസ്പർശം നൽകിയവനാണ് നമ്മുടെ ദൈവം. ദൈവത്തിന് എല്ലാം സാധ്യത. നമ്മുടെ ജീവിതം എത്ര പ്രശ്നത്തിലാണോ, എത്ര ബുദ്ധിമുട്ടിലാണോ, എത്ര സങ്കടത്തിലാണോ, എത്ര കഷ്ടപ്പാടിലാണോ, എത്ര രോഗാവസ്ഥയിലാണോ, എത്ര കടത്തിലാണോ, ദൈവത്തിന് നമ്മളെ കൊണ്ട് അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസം പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ നിലവിളി ദൈവം കേൾക്കും. ഇസ്രായേൽ ജനത്തിന്റെ നിലവിളി കേട്ടുകൊണ്ട് മോശയെ രക്ഷകനായിട്ട് അവർക്ക് നൽകിയവനാണ് നമ്മുടെ ദൈവം. ബാബിലോണിയൻ പ്രവാസത്തിലായിരിക്കുന്ന ഇസ്രായേൽ ജനത്തിന്റെ നിലവിളി കേട്ടുകൊണ്ട് സൈറസ് എന്ന് പറഞ്ഞ രാജാവിലൂടെ അവരെ രക്ഷിച്ചുകൊണ്ട് വീണ്ടും ജെറുസലേമിലേക്ക് കൊണ്ടുവന്നവനാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിന് എല്ലാം സാധിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശിഷ്യന്മാർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, കർത്താവേ, ഞങ്ങളിതെല്ലാം ഉപേക്ഷിച്ച്, ഞങ്ങളുടെ സമ്പത്തും കുടുംബവും ബന്ധങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഞങ്ങൾ നിന്നെ അനുഗമിക്കുന്നു, ഞങ്ങൾക്ക് എന്താണ് കിട്ടുക? ഇത് പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങൾക്ക് എന്താണ് കിട്ടുക? ഏതൊരു ശരാശരി മലയാളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു സംഭവത്തിലോ ഒരു സഹായത്തിനൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോൾ തനിക്ക് എന്ത് മെച്ചമുണ്ടോ, എന്ത് കിട്ടും, ഇത് മാത്രമാണ്. ഇതാണ് ശിഷ്യന്മാർ ഈശോയോട് ചോദിക്കുന്നത്, ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക? ഈശോ പറയുന്ന കാര്യമാണ്, ഈ ലോകത്ത് 100 ഇരട്ടി പ്രതിഫലം കിട്ടും, വരാനിരിക്കുന്ന ലോകത്ത് നിത്യജീവൻ. എന്ന് പറഞ്ഞാൽ തനിക്ക് വേണ്ടിയിട്ട്, തൻ്റെ സുവിശേഷത്തിന് വേണ്ടിയിട്ട്, ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടുണ്ടോ, ബന്ധമോ സ്വന്തമോ ഭാര്യയോ കുടുംബമോ മക്കളോ, ഈ രാജ്യത്ത്, ഈ ലോകത്ത് വെച്ച് തന്നെ 100 ഇരട്ടി ലഭിക്കാതിരിക്കലെന്നും വരാനിരിക്കുന്ന രാജ്യത്ത് നിത്യജീവനും ലഭിക്കുമെന്നും. ഈശോ നൽകുന്ന വാഗ്ദാനം, തനിക്ക് വേണ്ടി സമ്പത്തോ ബന്ധങ്ങളോ ഉപേക്ഷിക്കാനായിട്ട് തയ്യാറായവർ അവർക്കൊക്കെ പ്രതിഫലം ലഭിക്കും. പലപ്പോഴും സാധാരണ പറയാറുണ്ട്, 5 പീകൾ കർത്താവിന് വേണ്ടിയിട്ട്, അവൻ്റെ സുവിശേഷത്തിന് വേണ്ടിയിട്ട് ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാകണമെന്ന്. പേഴ്സൺസ്, ചില വ്യക്തികളെ തമ്പുരാന് വേണ്ടി ഉപേക്ഷിക്കാൻ നമുക്ക് തയ്യാറാകണം. പി ഫോർ പ്ലേസസ്, ചില സ്ഥലങ്ങളെ തമ്പുരാന് വേണ്ടി ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാകണം. ചില പൊസിഷൻസ്, ചില സ്ഥാനമാനങ്ങളെ തമ്പുരാന് വേണ്ടി ഉപേക്ഷിക്കാൻ തയ്യാറാകണം. ചില പൊസഷൻസ്, ചില വസ്തുവകകളെ തമ്പുരാന് വേണ്ടി ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാകണം. ചില പ്രിഫറൻസ്, ചില മുൻഗണനകളെ തമ്പുരാന് വേണ്ടി ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാകണം. ഈശോയ്ക്ക് വേണ്ടിയിട്ടും അവൻ്റെ ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടും ഇത് ഉപേക്ഷിക്കാനായിട്ട് ഞാൻ തയ്യാറാകുന്നുണ്ടോ എന്ന് ഓരോരുത്തരും ആത്മപരിശോധന ചെയ്യേണ്ടതാണ്. നമുക്കറിയാം, ഈശോ ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ അവർ പിന്നെ മറ്റൊന്നും നോക്കുന്നില്ല. അവർ പിതാവിനെ ഉപേക്ഷിക്കുന്നു, അവർ വള്ളം ഉപേക്ഷിക്കുന്നു, വല ഉപേക്ഷിക്കുന്നു, കുടുംബം ഉപേക്ഷിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ തമ്പുരാന് വേണ്ടിയിട്ട്, ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് എന്ത് ഉപേക്ഷിച്ചു എന്നുള്ളതാണ് ദൈവരാജ്യത്തിൻ്റെ വില. ഞാൻ സ്വർഗരാജ്യത്തിന് വേണ്ടി എന്തെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് സ്വർഗരാജ്യത്തിൻ്റെ വില. നമ്മൾ യുഗാന്ത്യത്തെ മുന്നിൽ കണ്ട്, സ്വർഗത്തിലെ മുന്നിൽ കണ്ട് സഞ്ചരിക്കുന്ന ഒരു തീർത്ഥാടകയാണ്. തീർത്ഥാടക സഭയെന്നാണ് നമ്മുടെ സഭയെ വിളിക്കുക. അങ്ങനെയുള്ള യാത്രയിൽ ചില കാര്യങ്ങൾ ഉപേക്ഷിക്കുവാനായിട്ട്, അത് വെറുതെ ഉപേക്ഷിക്കുന്നതല്ല, ആ ഉപേക്ഷിക്കുന്നതിലൂടെ ദൈവത്തിൽ നിന്നും കിട്ടുന്ന ഇരട്ടി പ്രതിഫലം സ്വീകരിക്കാനായിട്ട് നമുക്ക് പറ്റും. അത് ഉപേക്ഷിക്കാനായിട്ട്, ബോധപൂർവ്വം ഉപേക്ഷിക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. പണ്ട് കാലത്ത് കേട്ട ഒരു കഥ പോലെ, ഒരു അധ്യാപകൻ ക്ലാസ്സിലേക്ക് വരുമ്പോൾ വളരെ സ്റ്റിഞ്ചി സ്മെല്ലാണ്. എല്ലാവരും പറയുന്നുണ്ട്, അധ്യാപക, അങ്ങയുടെ സോക്സിൽ നിന്നാണ് ഈ സ്റ്റിഞ്ചി സ്മെല്ല് വരുന്നത്. അപ്പോൾ അദ്ദേഹം ആദ്യം അത് അംഗീകരിക്കാൻ കൂട്ടാക്കുന്നില്ലെങ്കിലും പിന്നീട് ഒടുവിൽ അത് സമ്മതിക്കുന്നു. പിറ്റേ ദിവസം അധ്യാപകൻ സോക്സ് മാറ്റി വരും. അപ്പോഴും കുട്ടികൾക്ക് ഈ സ്റ്റിഞ്ചി സ്മെല്ല് കിട്ടുന്നുണ്ട്. അപ്പോൾ കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഈ സ്മെല്ല് വരുന്നത്? അപ്പോൾ അധ്യാപകൻ പറയുന്നത്, ഞാൻ എൻ്റെ സോക്സ് മാറ്റി. പിന്നെയും കുട്ടികൾക്ക് സംശയം, എങ്ങനെയാണ് മാറ്റുന്നത്? ഇത് മാറ്റിയോ? സംശയമായി. അപ്പോൾ അദ്ദേഹം പറയാണ്, നിങ്ങൾക്ക് സംശയം വരും എന്ന് സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ പഴയ സോക്സ് എൻ്റെ കീശയിൽ വെച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ പഴയ സോക്സ്, ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് പുതിയ സോക്സ് ആണെന്നുള്ളത്. ഇതൊരു അപകടമാണ്. നമ്മൾ ഉപേക്ഷിച്ചു എന്ന് പറയുന്ന പല സാധനങ്ങളും സത്യത്തിൽ ഉപേക്ഷിച്ചിട്ടില്ല. അതൊക്കെ സോക്സ് കീശയിൽ തിരികെ വെച്ചു എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഉള്ളിലും, നമ്മുടെ ഹൃദയത്തിലും, നമ്മുടെ കുടുംബത്തിലും ഒക്കെ ഉണ്ട്. നമ്മൾ സമ്പത്ത് ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാലും
പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുന്നില്ല. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ഉപേക്ഷിച്ചെന്ന് പറഞ്ഞാലും പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുന്നില്ല. നമ്മുടെ സ്ഥാനങ്ങളെയും പ്രിഫറൻസും സ്ഥാനമാനങ്ങളും ഒക്കെ ഉപേക്ഷിച്ചെന്ന് പറഞ്ഞാലും ഇതൊന്നും പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ആത്മപരിശോധന ചെയ്യുന്നത് നല്ലതാണ്. ഒരു കൊച്ചു കാര്യം കൂടിയും പറഞ്ഞുകൊണ്ടാണ് സുവിശേഷ ഭാഗം ഈശോ അവസാനിപ്പിക്കുന്നത്. ഇത് പറയുന്നത് എങ്ങനെയാണ്? മുമ്പന്മാർ പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരുമാക്കും. ഈ സ്വർഗരാജ്യത്തിലെ ഒരു ഡിസോർഡറാണ് ഈ പ്രശ്നം. അതായത് ഇവിടെ പിമ്പന്മാരായിട്ട് നിൽക്കുന്നവർ സ്വർഗരാജ്യത്തിലെത്തുമ്പോൾ മുമ്പന്മാരാകും. ഇവിടെ മുമ്പന്മാരായിട്ട് നിൽക്കുന്നവർ ഒരു പക്ഷേ സ്വർഗരാജ്യത്തിലെത്തുമ്പോൾ പിമ്പന്മാരായിട്ട് മാറിയേക്കാം. ഈ ഒരു ഡിസോർഡറിനെയാണ് ഈശോ സൂചിപ്പിക്കുന്നത്. ഫുൾട്ടൻ ജേഷൻ പറയുന്നൊരു കാര്യമുണ്ട്. ഫുൾട്ടൻ ജേഷൻ പറയുന്നത് സ്വർഗത്തിലെത്തുന്ന ഒരാൾ 3 കാര്യങ്ങൾ അയാൾ അതിശയിപ്പിക്കും. ഒന്നാമത്തെ കാര്യം, അയാൾ പ്രതീക്ഷിക്കുന്ന പലരും അവിടെ ഉണ്ടാകില്ല. രണ്ടാമത്തെ കാര്യം, അയാൾ പ്രതീക്ഷിക്കാത്ത പലരും അവിടെ ഉണ്ടാകും. മൂന്നാമത്തെ കാര്യം, ദൈവാനുഗ്രഹം കൊണ്ട് അയാൾ അവിടെ എത്തപ്പെട്ടു. ഇനി 3 കാര്യങ്ങൾ സ്വർഗരാജ്യത്തിൽ എത്തുമ്പോൾ ഒരാളെ അതിശയിപ്പിക്കുമെന്നാണ് ഫുൾട്ടൻ ജേഷൻ പറയുന്നത്. ഈശോ പറയുന്ന കാര്യത്തോട് ബന്ധപ്പെടുത്തി തന്നെയാണത്. ഈശോ പറയുന്നത് പിമ്പന്മാർ പലരും മുമ്പന്മാരാകും, മുമ്പന്മാരായിരുന്ന പലരും പിമ്പന്മാരാകും. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ മുമ്പന്മാരാണ് നമ്മൾ ഗണിക്കുന്നവർ. സമ്പത്ത് കൊണ്ട്, സ്ഥാനമാനങ്ങൾ കൊണ്ട്, ഭൗതിക സുഖം കൊണ്ട്, ബന്ധങ്ങളുടെ ബാഹുല്യം കൊണ്ടൊക്കെ മുമ്പന്മാരാണ് എന്ന് കരുതുന്നവർ ഒരു പക്ഷെ സ്വർഗരാജ്യത്തിൽ എത്തപ്പെട്ടേക്കില്ല. അവർ പിമ്പന്മാരായിട്ട് തഴയപ്പെട്ടു പോയേക്കാം. അതേസമയം പിമ്പന്മാരായിട്ട് കണക്കാക്കുന്ന പലരും സമ്പത്തിന്റെ കുറവുകൊണ്ട്, ബന്ധങ്ങളുടെ കുറവുകൊണ്ട്, അറിവിന്റെ കുറവുകൊണ്ട്, കഴിവിന്റെ കുറവുകൊണ്ടൊക്കെ പിന്നിൽ നിൽക്കുന്ന പലരും സ്വർഗരാജ്യത്തിലെ മുൻപന്തിയിലേക്ക് വന്നേക്കാം. അതുകൊണ്ട് സ്വർഗരാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ദൈവികമായിട്ടുള്ള രണ്ടാമത്തെ ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ കാര്യം മറന്നു പോകാതിരിക്കുക. നമ്മുടെ സ്ഥാനം എവിടെയാണ്? നമ്മൾ സ്വർഗരാജ്യത്തിൽ മുൻപന്തിയിലായിരിക്കുമോ പിൻപന്തിയിലായിരിക്കുമോ? പറഞ്ഞ കാര്യങ്ങളെ ഒന്നും കൂടി സംഗ്രഹിച്ച് പറയാണ്. ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്നുള്ളതാണ് ഈശോ തൻ്റെ അടുത്ത് സംശയം ചോദിച്ച ചെറുപ്പക്കാരന് നൽകുന്ന മറുപടി. കാരണം സമ്പത്ത് എന്ന് പറയുന്നത് എപ്പോഴും സ്വർഗരാജ്യ പ്രവേശനത്തിന് ഒരു തടസ്സമായി നിൽക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഈ ഭൗതിക സമ്പത്തുകൾ ചിലപ്പോഴെങ്കിലും എൻ്റെ വിശ്വാസ ജീവിതത്തെ, എൻ്റെ ആത്മീയ ജീവിതത്തെ, എൻ്റെ ഭക്തിയെ, എൻ്റെ സ്വർഗരാജ്യ പ്രവേശത്തെ തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്. അതേസമയം ഈശോ പറയുന്നുണ്ട്, ഒട്ടകം സൂചിക്കുള്ളിലൂടെ കടന്നു പോകാനായിട്ട്. എന്ന് പറഞ്ഞാൽ തല താഴ്ത്തുമ്പോൾ ഒട്ടകത്തിന് സൂചിക്കുള്ളിലൂടെ കടക്കാമെന്ന് പറയുന്ന പോലെ സ്വയം ഒന്ന് എളിമപ്പെടാനായിട്ട്, സമ്പത്തിൻ്റെ ബാഹുല്യത്തിൽ അഹങ്കരിക്കാതെ തമ്പുരാൻ്റെ മുമ്പിൽ ഒന്ന് എളിമപ്പെടുവാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. കൂട്ടത്തിൽ ഓർക്കുക, ഈ ആർഭാടവും നമ്മുടെ അഹങ്കാരവും ഒക്കെ ഒന്ന് കുറച്ച് അത്യാവശ്യം മിനിമം കൊണ്ട് ജീവിക്കാനായിട്ട്, ഉള്ളത് കൊണ്ട് ജീവിക്കാനായിട്ട് നമ്മൾ പഠിക്കുക. ഏറ്റവും മുട്ടിവിലായിട്ട് പറയുന്ന കാര്യം ഇത് തന്നെയാണ്. ഈ സ്വർഗരാജ്യത്തിലുള്ള യാത്രയിൽ നമ്മുടെ ലെസ് ലഗേജ് നമ്മുടെ മോർ കംഫർട്ടിന് കാരണമാകും. എത്രയേറെ കുറച്ചാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്കുള്ള ആർഭാടപരമായിട്ടുള്ള കാര്യങ്ങൾ, നേരത്തെ പറഞ്ഞ 5 Pയുടെ കാര്യം പറയുകയാണെങ്കിൽ പേഴ്സണും പ്ലേസും പൊസഷനും പ്രിഫറൻസും ഒക്കെ ഒന്ന് കുറയ്ക്കുവാനായിട്ടും, അങ്ങനെ സ്വർഗരാജ്യത്തിലേക്കുള്ള നമ്മുടെ യാത്ര വളരെ സുഗമമായിട്ട് കാണുവാനായിട്ടും നമുക്ക് പറ്റണം. അതല്ലെങ്കിൽ പറ്റുന്ന ഒരു അപകടം എന്ന് പറഞ്ഞാൽ, ഒരുപക്ഷെ ഈ ലോകത്ത് വളരെ മുൻപന്തിയിലായിട്ട് നിൽക്കുന്ന നമ്മൾ പരലോകത്ത് ഈശോ സുവിശേഷത്തിൽ സൂചിപ്പിക്കുന്ന പോലെ പിൻപന്തിയിലാകാനായിട്ടുള്ള സാധ്യതയുണ്ട്, അപകടമുണ്ട്. ആ ഒരു അപകടത്തിലേക്ക് വീഴാതിരിക്കാനായിട്ടും നമ്മുടെ സമ്പത്തിനെ ഒരു പരിധിയിൽ വിട്ട് പരിഗണിക്കാതെ ഒരല്പം ഡിസ്റ്റൻസ്, പഴയ വണ്ടികളൊക്കെ പുറകിൽ എഴുതി വയ്ക്കാറുണ്ട്, പാണ്ടി ലോറികളൊക്കെ പുറകിൽ കീപ്പ് എ ഡിസ്റ്റൻസ്. ഈ സമ്പത്തിനോടും മാർഭാഗത്തിനോടൊക്കെ ഒരല്പം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും അങ്ങനെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ടും ദൈവം നിങ്ങളെല്ലാവരെയും ഇടവരുത്തട്ടെ.